ആ ഇരിക്കേ ആ പോയിക്കോ. ഇതാ മക്കളെ വെള്ളച്ചാട്ടോ. നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം വൈകിട്ട് 3:30 മണി കേട്ടോ, 3:30 മണിയായി. അപ്പോൾ ചെയ്താലും ഒന്ന് പുറത്തിറങ്ങാം. അറിയാലോ 3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്, ഗംഭീര മഴ, നിർത്താണ്ടിങ്ങനെ പെയ്യേ. പല സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളും. നമ്മൾ വീടിങ് അങ്ങനെ എന്താ പറയുക, വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. റോഡിലൊന്നും അങ്ങനെ ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല. പിന്നെ കണ്ടത്തിലും കൈപ്പാട്ടിലെല്ലാം വെള്ളമുണ്ട്, വെള്ളം കയറിന്. പക്ഷേ ഇന്ന് നമ്മളിവിടെ മഴ കുറവാണ്, മഴ അങ്ങനെ പെയ്തിട്ടില്ല. ഇനി ഇപ്പം കുറച്ച് സമയമായിട്ട് വെയിൽ വന്നിട്ടുണ്ട്, കണ്ടോ വെയിലുണ്ടോ? വെയിലുണ്ട്, ആകാശമെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ദിവസമായിട്ട് നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നെല്ലാം വിചാരിച്ചു, മഴയത്ത് മൺസൂൺ റൈഡ്. പിന്നെന്തോ മൂഡ് ശരിയാകുന്നില്ല, ഒന്ന് ഇറങ്ങിക്കിട്ടുന്നില്ല. അതൊന്ന് ഇറങ്ങിക്കിട്ടിക്കാൻ ഇങ്ങനെ പോവും. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയാം, മഴയായതുകൊണ്ടാണ്. പിന്നെ ഡിസൈൻ വർക്കെല്ലാം ചെയ്ത് ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇന്നലെ വീഡിയോ ഉണ്ടായിട്ടില്ല, അതൊരു കാരണം ഇതോ, മഴയായതുകൊണ്ട് ചട്ടപ്പായി. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോഴത്തേക്കാണ് പോകുന്നറിയാം. ഇന്ന് ഞാനെല്ലാ മഴക്കാലത്തും പോകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് അടുത്ത് ഉള്ളൊരു വെള്ളച്ചാട്ടം, കാരക്കുണ്ട് വെള്ളച്ചാട്ടം. ചുടലക്കുന്ന്, പരിയാരം ചുടലയില്ലേ, കുപ്പത്ത്, ചുടലക്കുന്ന് കുറച്ച് പോകണം. അവിടെയെല്ലാം എന്താ അവസ്ഥ അല്ല, അവിടെ ചുടലക്കെല്ലാം റോഡിൻ്റെ എല്ലാം എന്താ പറയുക, കുപ്പത്ത് റോഡെല്ലാം NH66 റോഡ് പണി നടക്കുന്നുണ്ട്. മഴയത്ത് മണ്ണെല്ലാം ഒലിച്ചിട്ട് കുത്തിയൊലിച്ച് വെള്ളക്കെട്ടും കാര്യങ്ങളും ചളിയെല്ലാം ഇറങ്ങിയിട്ട് ഭയങ്കര എന്താ പറയുക പ്രശ്നമാണെന്ന് പറയുന്നത് കണ്ടിട്ട്, ന്യൂസെല്ലാം കണ്ടിട്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അപ്പോൾ അതുവഴിയാണ് പോകേണ്ടത്. ഓക്കെ, നമുക്കേതായാലും കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക്. അടിപൊളി വെള്ളച്ചാട്ടാട്ടാ, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഈ മഴക്കാലത്ത് കണ്ണൂരിലെ എന്താ പറയുക ഏകദേശം വെള്ളച്ചാട്ടത്തിലേക്കെല്ലാം ഞാൻ പോകും. എല്ലാ കൊല്ലവും പോക്കുണ്ട് കണ്ണൂരിലെ ഏകദേശം കണ്ണൂരിൽ മാത്രമല്ല, വയനാട്ടിലെ വെള്ളച്ചാട്ടം, വയനാട്ടിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, അവിടെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ ഏകദേശം വെള്ളച്ചാട്ടത്തിലെല്ലാം ഞാൻ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട്. മഴക്കാലത്ത് തന്നെയല്ല പണി, വേറെന്ത് പണി. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിൽ പോകുന്നത് നമ്മുടെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം. പക്ഷേ ഞാൻ ഇന്ന് പോയിട്ട് ഒരുപക്ഷെ കുളിക്കുകയും ചെയ്യില്ല കേട്ടോ, നോക്കാം, നമുക്ക് പോവാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ചായ കുടിച്ചിട്ടില്ല, ഏതായാലും 3:30 മണിയുണ്ട് അത്രേ, വന്നിട്ട് ചായ കുടിക്കാം. ചാവി നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് പോവാം. ബർഗുമാൻ ഹെൽമെറ്റ് ചെറുങ്ങനെ വെള്ളമുണ്ട് ഇതിനുള്ളിൽ. വെള്ളം ഇത് ചെറിയ നനച്ചലുണ്ട് വെള്ളത്തിൻ്റെ എന്തെങ്കിൽ. അത് വണ്ടി ഇന്നലെ വൈകിട്ട് പയങ്ങൾ പോയിട്ടേ വണ്ടി ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് മഴ കൊള്ളൂല. പക്ഷേ ഞാൻ വണ്ടീൻ്റെ മുമ്പിൽ ഫ്രണ്ടിൽ സ്കൂട്ടീൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയെന്ന് അറിയാമല്ലോ, ഫ്രണ്ടിൽ അവിടെ തൂക്കിയിടുന്ന സ്ഥലമില്ലേ, അവിടെ തൂക്കിയിട്ടിട്ട് ചാളറടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചാളറടിച്ച് കയറി. മഴേൻ്റെ ചാളർ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഫുള്ള് നനഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മറ്റേ സാധനമുണ്ട് തലക്കിടുന്നത്, ഇതില്ലേ ഹെൽമെറ്റിൻ്റെ ഉള്ളിലിടുന്നത്, തലക്കിടും എന്നിട്ട് ഹെൽമെറ്റ് ഇടും. ഞാൻ മുമ്പേ യൂസ് ചെയ്യുന്നതാണ്, ഇടയ്ക്ക് ഉപയോഗിക്കില്ല, അധികം ഉപയോഗിക്കലുണ്ട്, ഇറങ്ങി പോകുമ്പോൾ ഉപയോഗിക്കും. അത് നല്ല സാധനമാണ്. ഇതൊരു തൊപ്പി പോലത്തെ കണ്ട തുണി തന്നെ, നേരെ വേർപ്പം നിൽക്കാത്തൊരു ടൈപ്പ് തുണിയാണ്. നല്ല സംഭവമാണ്, നല്ല സുഖമാണ്. പോവാന്നാ ഏതായാലും നമുക്കിന്ന് നേരെ കാരക്കുണ്ട് വാട്ടർഫാൾസ്. ഓക്കെ ഗൈസ്, വെളുത്തൊരു സുഖ്. അത് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം, വെളുത്ത സുഖ്. മഴക്കോട്ട് ഇത്ര കളിക്കുന്നില്ല, മടക്കിയിട്ട് നമുക്ക് വണ്ടിയിൽ വെക്കാം. മടക്കിയിട്ട് വണ്ടിക്ക് വെക്കാം, സീറ്റിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, ഹെൽമെറ്റ് എടുത്തിട്ട് തൽക്കാലം ഇവിടെ വെക്കണം. ഇത് സീറ്റിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് മഴക്കോട്ട് എന്തായാലും എടുക്കണം, വേറെ മഴ പെയ്യും, പണിയിട്ടുണ്ട. ഓക്കെ, ഇന്നലെ വീഡിയോ അതുകൊണ്ട് ഇല്ലാത്ത കേട്ടാ, അതായത് മഴ ആയതുകൊണ്ടാണ് കുയിസ് ഇന്നലെ വീഡിയോ ഇല്ലാത്തത്. ഓക്കെ, എപ്പോഴും ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ തട്ടുക കേട്ടാ. ഓക്കെ, ഒന്ന് തട്ടുക, എന്തെങ്കിലും കയറിക്കൂടി ഇറങ്ങിയിട്ട് പോയിക്കോളൂ. അല്ല
വാ വേണ്ട, വെയിലുണ്ടോ ചെറുതായിട്ട് വെയിൽ വന്നിന്. വെയിൽ പോയി ഇനി പെട്ടെന്ന് മഴ വരുമോ എന്നറിയില്ല. ആകാശമെല്ലാം നല്ല നല്ല അടിപൊളി ആകാശം. സ്കൈ സൂപ്പർ സ്കൈ. പിന്നെ ഇന്ന് ഞാൻ അവിടുന്ന് അങ്ങനെ കുളിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഇന്ന് എന്തായാലും നല്ല ആളുണ്ടാവും കുളിക്കാൻ. അവിടുന്ന് ഒരുപാട് ആൾ കുളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് എന്തായാലും കുളിക്കുന്നില്ല. കാര്യം വെച്ചാൽ എനിക്ക് ഇനുവിനും തഫിനും കൂട്ടിയിട്ട് പോകണം അടുത്തേക്ക്. എന്നിട്ട് കുളിക്കണം. ഇനുവിനും തഫിനും കൂട്ടി പോയിട്ട് കുളിക്കണം. ഇനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ പോണ്ടേ. അപ്പോൾ ഇനുവിനും തഫിനും കൂട്ടിയിട്ട് ഏതായാലും പോയിട്ട് നമുക്ക് അവിടുന്ന് കുളിക്കാം. അപ്പോൾ ഇന്നതെല്ലാം ഒരു പക്ഷേ കുളിക്കൂല, അധികം കുളിക്കൂല. പോയിട്ട് നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താ നോക്കാം. വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ട് നോക്കാം. അറിയാലോ, പൊളി വെള്ളച്ചാട്ടം, കാരക്കുണ്ട് വെള്ളച്ചാട്ടം അറിയാലോ. മോശമില്ല, നല്ല കണ്ണൂരിലെ അടിപൊളി വെള്ളച്ചാട്ടം. കണ്ണൂരിലുള്ളൊരു അടിപൊളി വെള്ളച്ചാട്ടം. വെയിൽ ഗൈസ്. പാടം ഇതിലിപ്പോൾ നെല്ലിടും. നെല്ല് അവിടെല്ലാം നെല്ല് സെറ്റാക്കും. പോവാന്നാ? പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യ്. ഓക്കെ, ഇഷ്ടമാവും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ എന്ന് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. മറ്റേത് ഇപ്പം തന്നെ ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ. ഫേസ്ബുക്ക് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ. ഒന്ന് സെർച്ച് ചെയ്താൽ മതി, എന്നെ കിട്ടും, എൻ്റെ ചാനൽ കിട്ടും. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങളെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യും മക്കൾ, കമൻറ്റ് ചെയ്യും. ഇവിടാ നമുക്ക് നെരിക്കോട് പോയിട്ട് നെരിക്കോട് നിന്ന് അങ്ങനെ കയറാം. നെരിക്കോട് നിന്ന് അങ്ങനെ ചുടല കയറാം. ചുടല വഴി പോവാം. ഓക്കെ, എൻ്റെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ എന്ന് അറിയാം അവിടത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ നാട് ഏഴോത്തുനിന്ന് എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞുതരാം, ഞാൻ നോക്കട്ടെ. എൻ്റെ നാട്ടിൽ നിന്ന് അതായത് ഏഴോത്തുനിന്ന് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് 12 കിലോമീറ്റർ കേട്ടോ. 22 മിനിറ്റാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. 12 കിലോമീറ്റർ. ഓക്കെ, ആ നേരെ നെരിക്കോട് പോയിട്ട് നെരിക്കോട് നിന്ന് അങ്ങനെ ചുടല കയറും. അല്ലെങ്കിൽ കുപ്പത്ത് പോയിട്ട് അങ്ങനെ കയറാം. നോക്കട്ടെ, ചുടല കയറിയിട്ട് അങ്ങനെ പോവാം കേട്ടോ. ഓക്കെ, 22 മിനിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഗൈസ് വിളി നിർത്തി. ഞാൻ പണ്ടേ ഫ്രണ്ട്സ് എന്നല്ല ഹൈ ഫ്രണ്ട്സ്. പിന്നെ ഇടയ്ക്ക് ഗൈസിലേക്ക് പോയി. ഇടയ്ക്ക് ഹൈ ഗൈസ് എന്നായി. ഇപ്പം ഞാൻ ഗൈസ് വീണ്ടും നിർത്തി. ഞാൻ ഹൈ ഫ്രണ്ട്സ് അല്ല അല്ലേ പറയട്ടാ. ഹൈ ഫ്രണ്ട്സ്. ചൂടലക്കെല്ലാം കുപ്പത്തെല്ലാം മണ്ണ് ഇടിയുന്നതുകൊണ്ട് റോഡ് പ്രശ്നമാണ്. അതുകൊണ്ട് ബസ്സെല്ലാം ഇരുട്ടിയാണ് പോകുന്നത്. കണ്ടോ, സൈറ്റ് പോകുന്നുണ്ടോ? ഇത് എവിടത്തേക്ക് പോകുന്ന പയ്യന്നൂർ, തലപ്പറമ്പ് പയ്യന്നൂർ ബസ് ഇരുട്ടെല്ലാം പോകുന്നു. ഇത് നമ്മുടെ തലപ്പറമ്പ് പയങ്ങാടി ബസ് ഇത്. അപ്പോൾ കുപ്പത്ത് ആടെല്ലാം റോഡ് പണീൻ്റെ ഇതില്ലേ, റോഡ് സീനായിട്ടുള്ള മണ്ണെല്ലാം ഒഴിച്ച് കീനിട്ട് ആകെ സീനാണ്. അതുകൊണ്ട് ബസ്സെല്ലാം ഇരുട്ടിയാന്ന് കുറച്ച് ദിവസമായിട്ട് പോകുന്നു. വലിയ ഹെവി ബസ്സെല്ലാം ഇരുട്ട പായി ഒന്നും കേട്ട്. ഇതാ വരുന്ന ബേക്കറി KSRTC കേട്ടാ, ആനവണ്ടി. ആരോട് പറയാൻ ഇതാര് കേൾക്കുവാൻ നമ്മുടെ ജീവിതം. നമ്മളെ കണ്ണോത്തെല്ലാം വെള്ളം ഇതാ റോഡിൽ ഫുള്ളാട്ടോ. കണ്ടോ, വീട്ടിലെല്ലാം വെള്ളമാണ്. അങ്ങനെ പറ, സൈഡിലെ വീട്ടിലെല്ലാം വെള്ളമാണ്. കണ്ടോ, ഓക്കെ. ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള റോഡ്. അയ്യോ, ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള റോഡ്. കണ്ടോ, റോഡിലെല്ലാം വെള്ളമാണ് കണ്ണൂത്ത്. ഇത് മെയിൻ റോഡ്. ഇവിടെ ഷോപ്പിലേക്കെല്ലാം വെള്ളം. ഷോപ്പിലെല്ലാം വെള്ളം കയറി കേട്ടോ. ഇത് ഓപ്പൺ ഷോപ്പാണെന്ന് അറിയില്ല. ഷോപ്പിലെല്ലാം വെള്ളം കയറി. അതോ ബസ് വരുന്ന ഇപ്പം പോയിക്കാനാ പണി കിട്ടും. കുളിപ്പിക്കും ബസ് പോയിട്ട് മെല്ലെ പോവാം. ഈ ഭാഗത്തെല്ലാം നല്ലോണം വെള്ളം കയറി കേട്ടോ. അങ്ങനെ പറ, അതിന് പോവാം. തെറിപ്പിക്കരുത്. ഓയ് വെള്ളം തെറിപ്പിച്ചാണ് മൂടിരാൻ കലക്കും. നമ്മോട് കളി. വെള്ളം കണ്ടാൽ മെല്ലെ പോവാ. സ്പീഡിൽ പോയിട്ട് തെറിപ്പിച്ചിട്ടുണ്ടല്ലോ പായിച്ച് പിടിക്കും ഞാൻ. അല്ലേ, റോഡിൽ വെള്ളം കാണുമ്പോൾ മെല്ലെ പോകണം, പതുക്കെ പോകണം. ബൈക്കെല്ലാം സ്പീഡിൽ പോയിട്ട് തെറിപ്പിച്ചിട്ടുണ്ടല്ലോ കിട്ടില്ല. ഞാൻ എണ്ണടിക്കാൻ വെച്ചിട്ട് നിർത്തിയതാ. ഗൂഗിൾ പേ ഇല്ലേ? ഇല്ലേ? ഓക്കെ. 1 ലിറ്ററിന് 105.88 അല്ലേ? അല്ല, 105.88. ഓക്കെ, 200. ഫുൾ മണ്ണാന്ന് കേട്ടോ. പൊടി കയറിയിട്ടുണ്ടോ?
നല്ല പൊടിയ പൈസ അയച്ചു കൊടുക്കട്ടെ. പൈസ ഫ്രാൻസ് കാലാവസ്ഥ മാറി, മഴ വരാൻ പോകുന്ന. ഞാൻ പൈസ അയക്കാൻ, മഴ വരാൻ ആയിട്ടുണ്ട്. 200 മതി. ഇതാ മഴക്കാറ് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇരുട്ടാവുന്നുണ്ട്, ഇരുട്ട്. എൻ്റെ മക്കളെ ഇപ്പം വെള്ളച്ചാട്ടത്തിലുണ്ടല്ലോ പൊളിക്കും. പോവാ ഈ സമയത്തുണ്ടല്ലോ വെള്ളച്ചാട്ടം പൊളിക്കും. ഇതാ ആന വണ്ടി ഡേ പോകുന്ന ആന വണ്ടി. മഴയും കൂടെ പെയ്താലുണ്ടല്ലോ. പോവാ മഴ പെയ്യും, ഉറപ്പായിട്ടും പെയ്യും. മഴ ഇപ്പം പെയ്യും. ഇരുട്ടടിച്ചിട്ടുണ്ട്. വെയിൽ കംപ്ലീറ്റ് പോയി മക്കളെ. നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് മക്കളെ. ചുടലെത്തി. ചുടല ഇവിടെ എവിടെ പൊട്ടിപ്പൊളിന് മണ്ണെല്ലാം ഒഴിച്ച് കീറി പണ്ടാറടങ്ങിയെന്ന് പറഞ്ഞാൽ അവരെയാണ്. ഇതാണ് പുതിയ വരുന്ന പാലം. എവിടെയാണ്? ഇവിടെ തന്നെ ആമോ കുപ്പത്ത് അപ്പുറം തോന്നുന്നല്ലേ. അപ്പുറമായിരിക്കും. ഇവിടെ നിന്ന് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. എന്താ അവസ്ഥ അറിയില്ല. ഇവിടെ എല്ലാം പണി നടക്കുന്നേ കണ്ടാ. പാലം കണ്ട പാലം വരുന്നേ. ഭീമെല്ലാം വാർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്രെയിനെല്ലാം ഉണ്ട്. കണ്ടാ ക്രെയിനെല്ലാം ഉണ്ട്. പണി ഇങ്ങനെ നടക്കുകയാണ്. പണി കുറേ JCB എല്ലാം ഉണ്ട്. പണി നടക്കുന്നുണ്ട്. ചുടലെത്തി. ഇനി നമുക്ക് പ്രശ്നമൊന്നുമില്ല. മഴ പെയ്യുന്നുണ്ട് കേട്ടാ. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഇതെല്ലാം കുഴി എന്തായിരിക്കും അവസ്ഥ. ഇല്ല കുഴപ്പമില്ല. ചുടല ഇനി നമുക്ക് പോവാട്ടോ. ഗൈസ് മഴ പെയ്ത് കൂട്ടിടണം. ഇല്ലെങ്കിൽ ഞാൻ നന്നെ കുളിക്കും. എൻ്റെ കുപ്പായെല്ലാം തന്നെ നല്ല മഴ പെയ്ത് പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് പോയി. ഇപ്പം വെയിൽ വന്നു, വീണ്ടും വെയിൽ വന്നു. അതിനിടയ്ക്ക് ഞാൻ കോട്ടെല്ലാം ഇട്ട് കയറ്റി. മഴ പെയ്തുകൊണ്ട് കോട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ നന്നെ കുളിച്ചിട്ടുണ്ടാവും. കോട്ട എടുത്ത ഭാഗ്യം. വെയിൽ കണ്ടിട്ട് കോട്ട എടുക്കാണ്ട് വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. ഇപ്പം എന്തായി? ഇപ്പം മഴ പെട്ടെന്ന് ടപ്പ് നട്ട് പോയി, വെയിൽ വന്നു കണ്ടോ. ഞാൻ വേഗം കോട്ടെല്ലാം ഊരി വെക്കട്ടെ. എത്താനായി. ഇച്ചിരിയെ പോണ്ട്, ഇച്ചിരി നല്ല റോഡാക്കിനട്ടാ ഈ റോഡ്. പൊട്ടിപ്പൊളിന് കുണ്ട് കഴിഞ്ഞല്ല. അതിൻ്റെ അപ്പുറത്തെ കൊല്ലെല്ലാം പൊട്ടിപ്പൊളിന് കൂണ്ടും കൂയായിട്ട് പണ്ടാറടങ്ങിയ റോഡാണ്. നോക്കിയാൽ എന്താ റോഡ്, എന്ത് റോഡ്, കിട്ടില്ല റോഡ്. വണ്ടി സൈഡാക്കുന്നു, മാറ്റുന്നു, കോട്ടൂരി വെക്കുന്നു, മാറ്റുന്നല്ല കോട്ടൂരി വെക്കുന്നു. ഇവിടെ അടിപൊളി പള്ളി വരുന്നുണ്ട് കേട്ടോ. മാഷാഅല്ലാ നല്ല അടിപൊളി പള്ളി വരുന്നുണ്ട്. വണ്ടിയെല്ലാം പോകുന്ന നോക്കിയാൽ ഇതെല്ലാം പൊട്ടിപ്പൊളിന് കുഴിയും കൊണ്ടും ഇങ്ങനെ റിക്ഷ വരച്ചിട്ട് പോയ റോഡാണ്. ഇപ്പോൾ സെറ്റ് റോഡായി. ഏതായാലും കോട്ടൂരി വെക്കട്ടെ. എന്നാൽ ഒച്ചപ്പാടില്ലാണ്ട് സമാധാനത്തോടെ പോകാം. ഇതാ പള്ളി ഇതാ കണ്ടാ. വലിയ പള്ളിയല്ല, ഒരു നോർമൽ പള്ളി കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഫ്ലാറ്റ് ടൈപ്പായിട്ട് കണ്ടാ. പുതുതായിട്ട് എടുക്കുന്നതാണ് കണ്ടാ. പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാലും മാഷാഅല്ലാ അടിപൊളി. ഇവിടെല്ലാം വീട്, അവിടെല്ലാം വീട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല തന്നെ പോവാ. ഗൈസ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താനായി കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് നേരെ തായാലും ഇതാ അങ്ങോട്ടാണ് വെള്ളച്ചാട്ടം. ഒക്കെ ഇറക്കിങ്ങനെ ഇറങ്ങിയെന്ന് ഇതങ്ങോട്ടാണ് വെള്ളച്ചാട്ടം കണ്ടോ. താഴെ എത്ര വാഹനം റോഡ് സൈഡിൽ നിർത്തി നോക്കട്ടെ. എത്ര ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഏകദേശം നല്ല ആളുണ്ടാവും. പിന്നെ മഴയും ഇല്ലല്ലോ അങ്ങനെ. വലിയ മഴ ഉണ്ടായില്ല. ഇന്ന് നല്ല ആളുണ്ടാവും. പക്ഷേ അധികം ഉണ്ടാവും. ചക്കൻ്റെ ഏരിയ ഉണ്ടോ. ചക്ക മുമ്പ് ഇവിടെ വന്നേരം ഞാനും നമ്മൾ ചങ്ങായി മൊയ്തു ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വന്നേരോ. അവിടുത്തെ വീട്ടുകാർ ആളുണ്ട് ചക്ക മരം. മറ്റേ അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചിട്ട് ചക്ക കൊണ്ട് പോയി. പക്ഷേ വെള്ളം കയറിയിട്ട് ഒരു ഇതുമില്ല. പഴഞ്ചക്കയായിരുന്നു. ഒന്നിനും കൊള്ളൂലായിരുന്നു. ഇതാ ഫുൾ വണ്ടിയാട്ടാ. ഫുൾ വണ്ടിയാ, കംപ്ലീറ്റ് വണ്ടി. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനത്തോളം കാറാ കണ്ടാ. കാറ് ബൈക്ക് ഫുള്ള്. ഇവിടെങ്ങും ബൈക്കൊക്കെ വെച്ചിട്ട് പോവാം. ഓക്കെ കംപ്ലീറ്റ് ആളാ കണ്ട. ഇത് ഇങ്ങോട്ടേക്കാണ് വെള്ളച്ചാട്ടം. ഓക്കെ നല്ല ആൾക്കാരുണ്ട് മക്കളെ. ഞാൻ എന്തായാലും ഇന്ന് കുളിക്കുന്നില്ല. കാരണം വണ്ടി കണ്ട ഫുള്ള് കണ്ട. അങ്ങനത്തോളം വണ്ടിയാ മോളോളം. ഞാൻ കുളിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയല്ല ആക്കിന് കേട്ടാ. അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് നോ പാർക്കിംഗ് എന്നുള്ള ബോർഡ് വെച്ചിന്. എന്നിട്ട് വണ്ടി കൊണ്ടുപോകാണ്ടിരിക്കാൻ കമ്പിയെല്ലാം വെച്ച് ഇതാ സെറ്റാക്കിന്. എന്തോ ഒരു സാധനം സെറ്റാക്കി. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കാരക്കുണ്ട് വെള്ളച്ചാട്ടം ഇതാ ബോർഡിൽ. ഇതാ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. കത്തിക്കുമ്പോൾ ശത്രുവാകുന്ന മിത്രം പ്ലാസ്റ്റിക് ബോർഡുണ്ട്. ഇതാ പറവൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടം അറിയിപ്പ്. ഇത് മുമ്പ് വെച്ച ബോർഡാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമാണ് സന്ദർശന സമയം. അതിൻ്റെ ഒരു ബോർഡ് ഇതാ. ഇതും മുമ്പ് വെച്ചതാണ്. ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ അവിടെ ഉണ്ട്. വരുന്നവർ അത് വായിച്ചിട്ടെല്ലാം വന്നോട്ടാ. മെല്ലെ നടന്നിട്ട് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ ആൾക്കാരെല്ലാം നടന്നിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നടക്കുകയാണ്.
ഈ വഴിയപ്പൂ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ വഴിയപ്പൂ കുറച്ച് ഇരുട്ടാട്ടാ, കുറച്ച് ഡാർക്കാണ്. ഇതാ ചക്ക ചക്ക ഇതെല്ലാം റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. സൈഡിലെല്ലാം റബ്ബർ തോട്ടം, റബ്ബർ മരം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം നല്ല ആളുണ്ട്. ഇന്നെന്തായാലും ഞാൻ കുളിക്കുന്നില്ല, ഭയങ്കര ആൾക്കാരുണ്ട്. ഞാൻ ഫാമിലി ആയിട്ട് വരും കുളിക്കാൻ, ഇവിടെ ഫാമിലി ആയിട്ട് വരും. ആൾ കുറഞ്ഞ സമയത്ത് എനിക്കറിയും ഏതാ ടൈം എന്ന്. നോക്കട്ടെ, എനിക്ക് മനസ്സിലാവുമല്ലോ, നോക്കിയിട്ട് വരാം. എത്തി ചെറുങ്ങനെ കാണുന്നുണ്ട് വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞ നല്ല ആളുണ്ട് കേട്ടോ. വാവ് പോയി. ഇവിടെ പുതിയ എന്തൊരു ഷോപ്പ് ഇതാ, ചെറിയ പ്രഥമൻ പായസം പ്രഥമൻ. മഴക്കാലം പ്രമാണിച്ചിട്ട് തുടങ്ങിയതാട്ടോ, കണ്ടോ പായസം പ്രഥമൻ. ഇവിടെ ആളുണ്ട് കേട്ടോ. കേട്ടോ പായസാ അതല്ല, വരുന്നവർ പായസം വാങ്ങി കുടിക്കുക പോവുക കേട്ടോ. വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വഴിക്ക് പായസം ഉണ്ട് കേട്ടോ, പ്രഥമൻ. നല്ല വീട്ടിൽ നിന്ന് നല്ല ആക്കിക്കൊണ്ട് നല്ല ചൂട് പായസമായിരിക്കും. കുടിക്കട്ടോ, കുടിച്ചിട്ട് വെള്ളച്ചാട്ടമെല്ലാം കാണാം. അവർക്കൊരു ഹെൽപ്പാവും, അവർക്കൊരു ഹെൽപ്പാവും, നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു ഉഷാറാവും. വെള്ളച്ചാട്ടത്തിൽ നിന്നെല്ലാം കുളിച്ചിട്ട് പോകുന്നവർ കഴിക്കും. ഇതാ ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. നല്ല ശക്തിയുണ്ട് കേട്ടോ, നല്ല ശക്തിയുണ്ട് വെള്ളത്തിന്, നല്ല ഫോഴ്സുണ്ട്. ഒലിച്ചിങ്ങനെ ഇതുവഴി ഇങ്ങനെ പാസ്സാവും, ഒഴിച്ചു വന്നിട്ട് ഇതുവഴി ഇങ്ങനെ പോകും. കാരക്കുണ്ട് വെള്ളച്ചാട്ടം സന്ദർശകർ ശ്രദ്ധിക്കും, ഇവിടെയും പോകുന്നുണ്ട്. ഇതുവഴി ഇറങ്ങിയിട്ട് പോവാം. കുറച്ചാളിവിടെ ചെരുപ്പൂര് വെച്ചിന്, അതിങ്ങനെ ചെരുപ്പിട്ട് വന്നുകൊണ്ട് അല്ല ഇവിടെ മുട്ടോളം ആളുണ്ടാവും കേട്ടോ. കുറച്ച് കയറ്റാം, ഇതിന് നാളത്തേക്ക് മുട്ടോളം ആളുണ്ടാവും. നല്ല ഇങ്ങനെ നടന്നിട്ട് പോവാ. ഇത് ഓസ് എന്ന് പറയും കണ്ടോ, ഓസ് കണ്ടോ. ഇത് കുടിവെള്ളം കൊണ്ട് പോകുന്നതാണ്, കുടിവെള്ളം പാസ്സാകുന്ന. ശ്രദ്ധിക്കണേ. അല്ല നോക്കി ഇറങ്ങുക, അത് ഇതിലൂട്ട് ഇപ്പുറത്തെ വന്നാൽ മതിയായിരുന്നു. ഇവിടെ മുമ്പ് വെള്ളമുണ്ട് കേട്ടോ. ഇത് താഴെയുള്ള വീടുകളിലേക്കുള്ള കുടിവെള്ളം പോകുന്ന പൈപ്പാണ്. ഓസ് എന്ന് പറയും. കുറേ ഉണ്ടാവും പല വീട്ടിലേക്കും പോകുന്ന. നല്ല വെള്ളമുണ്ട്, മുട്ടോളം വെള്ളം. ഇതാണ് ഒരാൾ ഓരോ സ്റ്റൈല്. അല്ലേ പൊടിയല്ലേ? എടാ കല്ല് തറച്ചിട്ട് പൊട്ടണ്ടടാ, അടിയിൽ കല്ലാണ് കണ്ടോ. ആടെ കൊണ്ടുപോയി ഇറക്ക്, അന്ന് ഇവിടുന്ന് അങ്ങനെ പോ. നോക്കട്ടെ, നീ പോയാ നോക്കട്ടെ. ഇരിക്കേ പോയിക്കോ. പോ എവിടം വരെ പോകും നോക്കട്ടെ. പോയിക്കോടാ, നീ എൻജോയ് അങ്ങനെ പോയിക്കോ. ഇപ്പൊ പുഴയിലെത്തു. അത് പോയി ഇതാ വെള്ളച്ചാട്ടം. നല്ല പോസുണ്ട്. ഇതാ മക്കളെ വെള്ളച്ചാട്ടം, നല്ല പോസുണ്ട് കേട്ടോ. നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യണം. എന്താ അങ്ങനെ കയറി വന്നു കണ്ടോ, ഇതിലോട്ട് ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ വന്നു. വെളുക്കലുണ്ടാവും, നോക്കിയിട്ട് നടക്കുക. എന്താ ഇതാ വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ? പൊളിയല്ലേ ഗുയിസ്? വെളുക്കലുണ്ടാവും, നോക്കുക. ഓക്കെ, ചാലടിക്കുന്നു. എന്താ ഇത് കണ്ട, പഴയ പണ്ടത്തെ കരിങ്കല്ലിൻ്റെ ക്വാറിയാണ്. കണ്ട കരിങ്കല്ലിൻ്റെ പണ്ട് കരിങ്കല്ലെടുക്കുന്നത് കണ്ട. എന്താ സ്ഥാനം നോക്കി, കല്ലൊക്കെ ചുറ്റലും ഇതുവക തന്നെ. ഇതിങ്ങനെ റൗണ്ടിൽ പണ്ട് കല്ലെടുത്തിയാ, പിന്നെ നിർത്തി. അതിനുള്ള വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിലോട്ടെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ തന്നെ മെയിൻ ഇതങ്ങനെ ഒലിച്ചിടുന്ന വെള്ളം കേട്ടോ. മഴ പെയ്യുമ്പോൾ അങ്ങനെ വരുന്ന വെള്ളം, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇവിടെ വന്നൊരു വീട് നാട്ടുകാരനെ ഒരാളെ കണ്ടിട്ടുണ്ട്, ഒരേട്ടനാ. ഏട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് ബിജു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ വെച്ചാൽ ഇതൊരു 30 വർഷമായി ഈ ക്വാറി നിർത്തി വെച്ചിട്ട്. ഇപ്പോൾ 30 വർഷമായി നിർത്തി വെച്ചിട്ട്. 30 വർഷമായി അല്ലേ? ഇത് കരിങ്കൽ ക്വാറി. 30 വർഷം മുമ്പ് ഇത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 30 വർഷമായിട്ട് ഇത് നിർത്തി വെച്ചിട്ടില്ല. കണ്ടോ? വീട് അടുത്ത് തന്നെയാണ്.
ആ ഇടക്കോന്നല്ലേ? എടുക്കും കണ്ണാരം പറ്റി. ആ എൻ്റെ കാരണവരല്ല ഇവിടെ പണി എടുത്തോണ്ടിരുന്നതാണ്. ഓ ഇവിടെ ക്വാറിയിൽ? 30 കൊല്ലമായിട്ട് നിർത്തിയാണ്. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നല്ല നാളെ നല്ല ആളുണ്ടാവും അല്ലേ? നാളെ ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ നാളെ ഞായറാഴ്ച. നാളെ നല്ല ആളുണ്ടാവും. ഞായറാഴ്ച ഭയങ്കര രക്ഷമായിരിക്കും അല്ലേ? ഇവനൊരു ബൈ പറഞ്ഞേ. അങ്ങനെയുണ്ട് അഭിപ്രായം പറയാട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്കെല്ലാം പാട്ടാ. നാട്ടിൽ വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരെല്ലാം വാ, പൊളിയാണ്. അങ്ങനെ അപ്പുറം കിടക്കല് ഫുള്ള് വെള്ളം കണ്ടോ, ഇങ്ങനെ ഒലിച്ചത് അതുവഴി അങ്ങനെ പോകും. നല്ല ആൾക്കാർ വന്നിട്ടോ, നല്ല ആൾക്കാർ വന്നു. ഇതേണ്ടോ ഭയങ്കര ആൾക്കാരാണ്, ഫുള്ള് ആൾക്കാരാണ്. എൻജോയ് അങ്ങനെ വരുന്നുണ്ട് ആൾക്കാർ. ഫുള്ള് ആൾക്കാരാ. ആരും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാൻ തോന്നുന്നുട്ടാ. കുറച്ച് ആൾക്കാർ പോയി, ഞാൻ വരുമുണ്ടായ ആൾക്കാരെല്ലാം പോയി. അപ്പോൾ ഇവിടുന്ന് പോവാ ഇവിടുന്ന് വിടാം. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ബൈ ബൈ. പോവാം. നോക്കിയും കണ്ട് ഇറങ്ങണം. വെളുക്കലുണ്ടാവും, വെളുക്കാനായില്ല. കുറച്ച് മഴയും കൂടെ പെയ്താൽ നല്ല വെളുക്കൽ വരും. ഈ പാറയെല്ലാം നല്ല വെളുക്കലായിരിക്കും. ഈ പാറയെല്ലാം നല്ലോണം വെളുക്കും. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പാറിൻ്റെ മുകളിൽ ആൾക്കാർ കയറുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഇടയിൽ പാറിൻ്റെ അവിടെ എല്ലാം കയറി ഇരുന്നിട്ട് ഇതാക്കുന്നുണ്ട്. വെളുതി വീണാൽ അറിയാല പണിയാവും. ശ്രദ്ധിക്കാട്ടാ, കെയർ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലെല്ലാം വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് കെയർ ചെയ്യാം. ഓക്കെ. നല്ല ഫോഴ്സിലാണ് ഒഴുകുന്നത്. എന്താ മുട്ടോളം ഉണ്ട്, മുട്ടോളം ഇല്ല, കുറച്ച് താഴെ. ഇതുവഴി ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ പോകും. ഇതുവഴി അങ്ങോട്ട് പോകും. മോശമില്ല അല്ലേ? അടിപൊളി മോശമില്ല. വാ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ വരുന്നവർ ശ്രദ്ധിക്കാട്ടാ, പാറിൻ്റെ മുകളിലൊന്നും കയറി ഇരിക്കാതിരിക്കുക. ഒന്ന് സ്ലിപ്പായിക്കാനാ അറിയാലോ, തലയെല്ലാം അടിച്ചിട്ടങ്ങ് പോകും. പിന്നെ സീനായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കാട്ടാ, കെയർ ചെയ്യാം. ഓക്കെ. അങ്ങനെ ഇവിടുന്ന് പിടിക്കുകയാണ്. പായസം കുടിച്ചിട്ട് വാങ്ങിയിരിക്കും. എത്രയാണ് പായസത്തിന്? 40 അല്ലേ? ഓക്കെ. നല്ല പ്രധാനം പായസം. ചേട്ടൻ്റെ പേരെന്നോ? എൻ്റെ പേര് കൃഷ്ണൻ. ഇവിടെ തന്നെയാ? ആ കുഴപ്പമില്ല. ആ അത് സംഭവം എന്ത് മെറ്റീരിയൽ? ഇത് കവുങ്ങല്ലേ? നിങ്ങൾ തന്നെ ചെയ്തിയാ? ഓ അതെയാ. ഇതിൻ്റെ വലുത് ഉണ്ടാവും. അതെയാ. ചേട്ട കയ്യിലുണ്ട്. ഞാൻ റേറ്റ് ചെയ്ത് ഇതിന് 100 രൂപ. ഇതെന്താ മഴക്കോട്ടല്ലേ? ആ ഇത് മഴക്കോട്ടേക്കാണ്. ഇതിന് 150. ആ 2 ടൈപ്പ് സാധനം. ഇത് ചെറുതും വരും. പിന്നെ തോർത്തുണ്ടല്ലേ? ആ തോർത്തെല്ലാം കൊടുക്കുന്നേ കേട്ടോ, സെയിലാണ്. അപ്പോൾ കുളിക്കാൻ വരുന്നവർക്ക് തോർത്തലിടുന്നുണ്ട്. വാങ്ങാൻ അതുപോലെ പായസമുണ്ട്. അതിന് കുടിക്കട്ടോ, കുടിച്ചോക്ക്, മോശമില്ല. പോവാന്നാ? ഞാൻ പറ്റാന്നാ കേട്ടോ, വരുന്നേ. പോവാ. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. നിങ്ങളല്ല ഈ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട ഷോപ്പില്ലേ, അവിടെ നിന്ന് ഒരു ഗ്ലാസ് പായസം കുടിക്കട്ടോ, പ്രഥമ പായസം. മോശമില്ല. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു കച്ചവടവും ആവും. ഈ മഴക്കാലത്തേ ഉണ്ടാവുള്ളൂ അവിടെ അവർ വെക്കുള്ളൂ. കാര്യം അറിയാലോ, മഴക്കാലത്ത് ഇവിടെ ഇങ്ങനെ നല്ല ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലെങ്കിലും വെള്ളം ഉണ്ടാവും, പക്ഷേ അങ്ങനെ ഭയങ്കരമായ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വരുന്നവരെല്ലാം ഇവിടുന്ന് പായസം കുടിച്ച് നോക്കുക. ഓക്കെ. കാരണം ഇവിടെ വരുന്നവരെ പ്രതീക്ഷിച്ചിട്ട് അവിടെ കച്ചവടത്തിന് ഇരിക്കുന്നതാണ്. അപ്പോൾ വരുന്നവരെല്ലാം ഒന്ന് കുടിക്കുക. ഓക്കെ. അപ്പോൾ നടന്നിങ്ങനെ കയറിയാണ്. ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് കുറച്ച് നടന്ന് വരണം. ആൾക്കാരൊക്കെ ഇങ്ങനെ വരിക. ഇവിടെ വണ്ടി കയറ്റുന്നുണ്ട്. ശരിക്കും ഗേറ്റാണ് കേട്ടോ, കമ്പീൻ്റെ. എന്നിട്ട് ചാവിയിട്ട് പൂട്ടി കണ്ടോ, ലോക്ക് ചെയ്തിന്. നല്ല തന്നെ വണ്ടി കയറ്റാൻ എടുക്കുന്നത് തന്നെ നല്ലത്.
പോവാ. വണ്ടി ഉണ്ടോ? വണ്ടിയുടെ വെച്ചിന് നമുക്കെടുത്തിട്ട് നേരെ വിടാം. ഓക്കെ. ഞാൻ എന്തായാലും ഇനുവിനെയും കൂട്ടിയിട്ട് വരും ഇങ്ങോട്ടേക്ക്. ഇനുവിനും തഫിനെയും കൂട്ടിയിട്ട് വരണം. എന്നിട്ട് കുളിക്കണം. ആൾ കുറഞ്ഞ ടൈമിന് വരണം. ഭയങ്കര ആൾക്കാരിങ്ങനെ പോവുക അങ്ങോട്ടേക്ക്. ആൾക്കാരിങ്ങനെ പോവുകയാണ് കുളിക്കാൻ വേണ്ടി. ഫുള്ള് കുറച്ചാൾ കുളിക്കുന്നത്, കുറച്ചാളിങ്ങനെ നോക്കിയേക്കുന്നു. പോവാ മക്കളെ. വണ്ടിക്ക് ഞാൻ 2 കല്ല് വെച്ചിട്ട് ഫ്രണ്ടിലുണ്ടല്ലോ. ഫ്രണ്ടിലെടുത്ത് ഇതാരോ വലിയ എടുത്ത് വെച്ചു നാട്ടോടെ. ഇത് കണ്ട 2 ചിമിട്ടച്ച് കല്ല്. കാരണം ഇത് ഇറക്കാണ്. ഉരുണ്ട ഈ കുയിലേക്ക് പോയിനെങ്കിൽ ഉരുണ്ട കുയിലേക്ക് പോകും. ബാക്ക് തീർത്ത് മാറ്റണ്ട, നമ്മൾ മുമ്പോട്ട് പോകുന്നല്ലേ. ഇതൊരു ചെറിയ കയറ്റാണ്. കണ്ട ചെറിയൊന്നല്ല, മോശമില്ലാത്തൊരു കയറ്റാണ്. പോവാ. നമ്മുടെ സബ്സ്ക്രൈബറാണ് ഇപ്പോൾ പോയത്. ഒരു ഫാമിലി എൻ്റെ ഫോളോവറാന്ന് പറഞ്ഞു. അവർ വന്ന് സംസാരിച്ച് പരിചയപ്പെട്ട് രണ്ടാറിന് മുമ്പേ ഫോളോ ചെയ്യുന്നതാണ്. പോകാം. ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ട ആടിയെല്ലാം വണ്ടി വെച്ചിട്ട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഒളികെ ഓക്കെ വരാമെന്നാ. ഓക്കെ. ഇവിടെ മുമ്പര വണ്ടിയാണ്. സംഭവം വെച്ചാൽ ഇന്ന് ഭയങ്കര ആൾക്കാർ. മിന്നാന്നൊന്നും ഇത്ര ആളുണ്ടായിട്ടില്ല പോലും. 2 ദിവസം നല്ല മഴയല്ലേ, 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ നല്ല പൊരിഞ്ഞ മഴയത്ത് ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടില്ല, കുറവായിരുന്നു. പിന്നെ ഇന്ന് പിന്നെ നല്ല കാലാവസ്ഥയായതുകൊണ്ട് എല്ലാവരും ഇറങ്ങി. അപ്പോൾ നല്ല മഴയത്ത് ശരിയാക്കാം. നല്ല മഴയത്ത് വരുത്തേണ്ട റിസ്ക്കാണ്. ഞാൻ പിന്നെ എല്ലായിടത്തും സാധനം കയറി പോവും. അങ്ങനെയല്ല, ഫാമിലി എല്ലായിട്ട് വെറ്റ റിസ്ക്കാണ്. അതാണ് പിന്നെ ആൾക്കാർ കുറവ്. നല്ല മഴയത്ത് പൊരിഞ്ഞ മഴയത്തൊന്നും വരാതിരിക്കാട്ടോ, റിസ്ക്കാണ്. മരങ്ങളെല്ലാം വീഴണമെങ്കിൽ മരങ്ങളെല്ലാം വീഴും, സീനല്ലേ. പിന്നെ കുത്തിയൊലിച്ച് മണ്ണെല്ലാം ഇങ്ങനെ കുത്തിയൊലിച്ച് വരും. ഇതിങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം മണ്ണെല്ലാം കുത്തിയൊലിച്ച് വരും. അപ്പോൾ കെയർ ചെയ്യുക. നല്ല പൊരിഞ്ഞ മഴയത്തൊന്നും ഇറങ്ങാതിരിക്കുക. വെള്ളച്ചാട്ടം എന്നിട്ട് ഇറങ്ങി വരാതിരിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടാ? നിങ്ങളോടാ പറയുന്നത്, നിങ്ങളോട്. ഓക്കെ, കെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ, ആ പാറൻ്റെ മുകളിലൊന്നും കയറാതിരിക്കുക കേട്ടോ. ഒരു സെക്കൻഡ് ആ കാലൊന്ന് വെഴുക്കീനെങ്കിലും, കല്ലിന്ന് കാലൊന്ന് ഇളകീനെങ്കിലും അറിയാമല്ലോ, പറയണ്ടല്ലോ, സീനാവും. അതുകൊണ്ട് കെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ വിടാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തി കേട്ടോ. വീടിനടുത്തെത്തി. മഴയൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് വന്നു. പിന്നീടല്ലോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടനാ, എനിക്കത് ഇഷ്ടമാവുന്നു. വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ വന്നിട്ട് മസ്റ്റ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ.